എത്തിയോടനെ വിളിക്കണേ. ചേട്ടാ ചേട്ടാ, ഓഫീസിൽ പോണ വഴിക്ക് എന്നെ ഒന്ന് പാളയത്ത് ഡ്രോപ്പ് ചെയ്യോ? 9 മണിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ മണി 9:45. ബെസ്റ്റ്. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ചേച്ചി എത്തി രണ്ടും കണക്ക് തന്നെ. എന്തായാലും കയറും. ഇനി ഇവിടെ പോയിട്ട് എങ്ങോട്ടാണ്? ഇനി ഞാൻ ഹോസ്റ്റലിലോട്ട്. അരുൺ, ഞാൻ ഇപ്പോഴാ ഓർത്തെ, ഞാൻ പാളത്തൊരു കട തയ്ക്കാൻ കൊടുത്തിരുന്നു. അവരിന്ന് തരാന്നാ പറഞ്ഞേ. എടി, നീ എൻ്റെ കൂടെ പോന്നോ? ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ചേച്ചി ഇനിയിപ്പോ റെഡി ആയിട്ട് എപ്പോ വരാനാണ്? ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ ചേട്ടൻ്റെ കൂടെ പൊക്കോളാം. ഞാൻ കൊണ്ടാക്കാന്നല്ലേ പറഞ്ഞേ, നീ ഇറങ്ങിക്കേ. അരുൺ പൊക്കോ, ലേറ്റ് ആവണ്ട. നീ വാ. അരുൺ, ആര്യ, നീ എന്താ ഇവിടെ? ഓ, അപ്പൊ ഇതിനായിരുന്നല്ലേ ട്രിപ്പ് എന്ന് പറഞ്ഞു വന്നത്? അരുൺ, ഓഫീസ് ട്രിപ്പിന് എല്ലാരും ഉണ്ടാവോ? എല്ലാവരും ഒന്നുമില്ല, നമ്മുടെ ടീമിലുള്ളവർ മാത്രമേ ഉള്ളൂ. ടീം എന്ന് പറയുമ്പോ ലേഡീസും ഉണ്ടോ? പിന്നില്ലാതെ. ലേഡീസ് ഒന്നും ഉണ്ടാവും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇതിലെത്ര പറയാന്നിരിക്കുന്നു. ഒരു ടീമായിട്ട് ഓഫീസിൽ നിന്ന് പോകുമ്പോൾ അതിലെല്ലാവരും കാണൂലേ? പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടപ്പോൾ നീ ഇതുപോലെയൊക്കെ പോയിട്ടുള്ളതല്ലേ? അത് കല്യാണത്തിന് മുമ്പ്. അതുപോലെയാണോ ഇപ്പോ? ആരെയും വെറുതെ തുടങ്ങല്ലേ. എല്ലാ കാര്യത്തിനും ഇതുപോലെ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ മടുത്തു. ഞാനിപ്പോ ചോദിച്ചതായി കുറ്റം. അപ്പൊ ഞാൻ ഒന്നും മിണ്ടാതെ നിങ്ങൾ ഓരോ പെണ്ണുങ്ങളായിട്ട് കറങ്ങാൻ വീണായിരിക്കും അല്ലേ? നിങ്ങളൊരൊറ്റ ആൾക്ക് വേണ്ടിയാ എനിക്ക് എറണാകുളത്തേക്ക് ജോലി ട്രാൻസ്ഫർ ആയപ്പോ ആ ജോലി തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചത്. പക്ഷെ നിങ്ങളോ, നിങ്ങൾക്ക് എന്നെക്കാളും വലുത് നിങ്ങളുടെ ജോലിയും ട്രിപ്പും ഒക്കെ അല്ലേ? അരുൺ, എന്താ ഇത്? എന്ത്? ഓ, ട്രിപ്പ് എന്ന് പറഞ്ഞു പോയത് ഇതുപോലെ ഓരോ പെണ്ണുങ്ങളോട് കെട്ടിപ്പിടിച്ചും തോളിക്കായിട്ടൊക്കെ ഫോട്ടോ എടുക്കാനായിരുന്നല്ലേ? എടി, അവരൊക്കെ എന്നെ ഫ്രണ്ട്സാ. ഓ, ഫ്രണ്ട്സ് ആണ് പോലും. എനിക്കുണ്ട് ബോയ്സിൽ ഫ്രണ്ട്സ്. ഞാൻ അവരാരോടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊന്നും ഫോട്ടോ എടുക്കുന്നില്ലല്ലോ. വേറെ ആരായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ആ ജനനി ആയോണ്ടാ എനിക്ക് ഇത്രയും ദേഷ്യം. നിങ്ങൾ എപ്പോ ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ടാലും ആദ്യം കമന്റ് ലൈക്ക് ഇടുന്ന അവളായിരിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവൾ നമ്മളെ റിസപ്ഷന്റെ ടൈമിൽ പറഞ്ഞത്, ഞാൻ കെട്ടില്ലായിരുന്നെങ്കിൽ ഹരണ്ട അവള് കെട്ടേണ്ടായിരുന്നു എന്ന്. എടി, അതവള് തമാശക്ക് ഇറങ്ങിയല്ലേ? ഈ 2-3 വർഷം മുമ്പ് കാര്യം ആലോചിച്ചിട്ടാണോ നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്? അവൾ ആരോട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പൊ തന്നെ അൺഫോളോ ചെയ്തേക്കാം. എടി, ഇത് നിന്റെ ഫോണല്ലേ? നീ ആരുടെ വെച്ചിട്ടാ എന്റെ ഇൻസ്റ്റയിൽ ലോഗിൻ ചെയ്തത്? അത് ഞാൻ അതിനിപ്പോ ചോദിക്കാൻ എത്ര ഇരിക്കുന്നു? ആര്യ, ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. അവരുടെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷെ ഇത് എനിക്ക് കുറച്ചെങ്കിലും പ്രൈവസി എന്നുള്ളൂ എനിക്ക്. ഓ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയില്ലേ? ഞാൻ മുമ്പൊന്നും അവരുടെ ഫോൺ എടുക്കുമ്പോഴോ നോക്കുമ്പോഴൊന്നും അവരുടെ ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാണണ്ടെന്ന് കരുതിയായിരിക്കും ഇങ്ങനെ പ്രൈവസി വേണമെന്നൊക്കെ തോന്നുന്നത്. നിന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. പറഞ്ഞതുപോലെ 5 മണിക്ക് ബേക്കൻ കോർണറിൽ വെച്ച് മീറ്റ് ചെയ്യാം. ബാക്കി അവിടെ വെച്ച്
വെച്ച് പ്ലാൻ ചെയ്യാം. അരുൺ, നമുക്കൊന്ന് പുറത്തു പോയാലോ? എൻ്റെ ബോസ് കുറച്ച് എന്നെ വിളിച്ചിരുന്നു. ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്, ഓഫീസ് വരെ പോകണം. എപ്പോ തിരിച്ചു വരും? ലേറ്റാവും. ഓട്ടോ. ചേട്ടാ, പോവാ വഴിയാണേ. ഇന്ന് നൈറ്റ് നീ അവൾക്ക് ഈ കേക്ക് കൊടുത്ത് സർപ്രൈസ് ചെയ്യും. നാളെ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് അവളെ ഞെട്ടിക്കാം. സാർ, കേക്കിൽ എന്തെങ്കിലും എഴുതാനുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ആരെന്ന് എഴുതിക്കും. ഓക്കെ. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മീറ്റിംഗ്? നീ എന്തോടി കാണിച്ചത്? വായോ. അരുൺ, 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 നിക്ക് പ്ലീസ്. മര്യ, നീ കാര്യം എന്താന്ന് പോലും മനസ്സിലാക്കാതെ അത്രയും പേരുടെ മുമ്പ് വെച്ചാ പാവത്തിനെ തല്ലിയത്. അരുൺ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. മര്യ, എനിക്കിനി ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അരുൺ, ജെന്നിയുടെ മെസ്സേജ് കണ്ടപ്പോ ഞാൻ ആകെ ടെൻഷനായി. പിന്നെ നിങ്ങൾ അവിടെ ഒരുമിച്ചോട് കണ്ടപ്പോ എന്റെ മൊത്തം കൺട്രോളും പോയി. അരുൺ, എന്നൊന്ന് മനസ്സിലാക്ക്. എന്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ഇഷ്ടം, ഈ ഇഷ്ടം പോസിറ്റീവ്നെസ് ഒക്കെ ആവാം, പക്ഷെ എല്ലാത്തിനും ലിമിറ്റ് വേണം. സത്യം പറഞ്ഞാൽ നീ അടുത്തേക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാണ്. ഒന്ന് പ്രൊഫൈൽ പിക്ചർ മാറ്റിയ കുറ്റം. ഞാൻ ആരുടെങ്കിലും ഫോണിലൊന്ന് ചിരിച്ച് സംസാരിച്ച പ്രശ്നം. ഞാൻ ആരുടെ സംസാരിക്കുന്നു, എവിടെ പോകുന്നു, ആരെ കാണുന്നു, എല്ലാത്തിനും നിനക്ക് എക്സ്പ്ലനേഷൻ വേണം. ആര്യ, ഇങ്ങനെ നിന്റെ അവിടെ ശ്വാസം കൂടി ജീവിച്ച് ഞാൻ മടുത്തു. അരുൺ, പ്ലീസ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് അരുണ് നഷ്ടപ്പെടുന്നുള്ള പേടിയുള്ളതുകൊണ്ട്. കാരണം എന്റെ അമ്മയ്ക്ക് ഇത് തന്നെ സംഭവിച്ചു. ഇത്രയും നാള് എന്റെ അച്ഛൻ മരിച്ചു എന്നല്ലേ അരുൺ വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല. അച്ഛൻ എന്റെ അമ്മയെ ചതിച്ചിട്ട് ഞങ്ങളെല്ലാരെയും വിട്ടിട്ട് പോയത്. ആര്യ, നീ എന്തൊക്കെയായി പറയുന്നത്? അറിയോ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എന്റെ അച്ഛനെയാണ്. പക്ഷെ അച്ഛൻ ഇത്രയും കാലം ഞങ്ങളോട് കാണിച്ച സ്നേഹം തന്നെ കള്ളായിരുന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി. പിന്നെ ആരെന്നെ സ്നേഹിച്ചാലോ അവരെനിക്ക് നഷ്ടപ്പെടുന്നുള്ള പേടിയായിരുന്നു അരുൺ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നൊന്നും മനസ്സിലാക്കാറുണ്ട് പ്ലീസ്. ഈ ഇൻസിഡന്റ് നിന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ട്രോമ എന്താന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നീ എന്നോട് കാണിച്ച ഈ പോസിറ്റീവ്നെസ്സും ഇൻസെക്യൂരിറ്റീവ്സും ഒക്കെ അതുകൊണ്ടാ. പക്ഷെ നീ മനസ്സിൽ കൊണ്ടെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ലൈഫിൽ സംഭവിച്ചതാ, അല്ലാതെ നമ്മുടെ അല്ല. അതുകൊണ്ട് നീ അതൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് കളയും. എന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാം. പിന്നെ കുറച്ച് പോസിറ്റീവ്നെസ് ഒക്കെ എല്ലാ റിലേഷൻഷിപ്പിലും വേണം. പക്ഷെ അതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ അത് ആ റിലേഷൻഷിപ്പിനെ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ്
നീ എനിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്.